ഓണം റിലീസുകളിലെ കൊമ്പൻ. ജസ്റ്റ് ഓണം റിലീസസിനെ പറ്റി ഒന്നുകൂടെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നുകൂടെ എന്ന് പറഞ്ഞതിന് കാരണം ഞാനൊരു 1 മന്ത് മുമ്പ് അന്ന് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓണം റിലീസസ് എന്ന് പറഞ്ഞ്. അന്ന് മലയാളത്തിൽ നിന്ന് 5 സിനിമ, തമിഴിൽ നിന്നൊരു സിനിമ, ഇംഗ്ലീഷിൽ നിന്നൊരു സിനിമ, ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ മലയാളത്തിലെ ഒരു സിനിമ 5 എണ്ണത്തിൽ 1 എണ്ണം മാറിപ്പോയി. ബാക്കി എല്ലാ സിനിമകളും ഉണ്ട്. കൂടാതെ കുറച്ച് തമിഴ് പടങ്ങളുണ്ട്, അതിനെ കൂട്ടണ്ട, കാരണം ഇവിടെ അങ്ങനെ വരത്തില്ല. ഒരു ഹിന്ദി പടം കൂടെ അതിവിടെ വരുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ അതിനെപ്പറ്റി അത്യാവശ്യം അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം, ആദ്യം തന്നെ ഓർഡറിൽ തന്നെ പറയാം. മലയാളം പടങ്ങളാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. ഫസ്റ്റ് പടം 28-ാം തീയതി 29-ാം തീയതി ആയിട്ടാണ് റിലീസസ് ഇറങ്ങുന്നത്. 28 വ്യാഴാഴ്ച 2 പടമാണ് ഇറങ്ങുന്നത്. ഫസ്റ്റ് മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം, സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന സിനിമ. ഒരു ഫീൽ ഗുഡാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ റീസെൻ്റായിട്ട് വന്ന പാട്ടും ഒരു സിനോപ്സിസൊക്കെ കണ്ടപ്പോൾ ഒരു പ്രോപ്പർ ഒരു റോം കോം പരിപാടി അടിക്കുന്നുണ്ട്. ഒരു ഫീൽ ഗുഡ് റോം കോം ആയിരിക്കും എന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോണറാണ് റോം കോം. അത് ലാലേട്ടൻ്റെ ഒരു റോം കോം പരിപാടി രസമായിരിക്കും. മാളവിക മോഹനായിട്ട് ഉള്ള ചെറിയ പരിപാടികളൊക്കെ സോങ്ങിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഏജ് ഡിഫറൻസ് ഉള്ള റൊമാൻസൊക്കെ എങ്ങനെ ആയിരിക്കും എന്നറിയാനൊരു രസമുണ്ട്. അത് വേറെ ഒന്നുമല്ല, പടത്തിലും അങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കതൊക്കെ കാണുമ്പോൾ അറിയാം ആ ഏജ് ഡിഫറൻസ് അവർ കാണിച്ചിട്ടുണ്ട്. അല്ലാതെ ലാലേട്ടനെ ചെറുപ്പക്കാരനായിട്ടല്ല കാണിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് ഓണം പടങ്ങളിൽ തുടക്കം കുറിക്കാൻ പറ്റിയൊരു സിനിമയായിട്ട് തന്നെയാണ് ഹൃദയപൂർവ്വത്തെ തോന്നുന്നത്. തുടരുന്ന സക്സസ്സിൽ വരുന്ന പടം. ഒറ്റ ടീസർ മാത്രമേ ഇറങ്ങിയുള്ളൂ. ഒരു സിമ്പിൾ ടീസർ, സാധാ കട്ട്സുകളും കാര്യങ്ങളുള്ള ഒരു സിമ്പിൾ ഒരു 30 സെക്കൻഡ് സംതിങ് ഉള്ളൊരു ടീസർ മാത്രമാണ് ആകെ വന്നത്. പിന്നെ ഉള്ള ഈ പാട്ടാണ്, കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പാട്ട്. അതും ഒരു സിമ്പിൾ മെലഡി പരിപാടി. രണ്ടാമത് സിനിമയാണ് ലോക. ഇത് 28-ാം തീയതിയാണ് ഇറങ്ങുന്നത്. അറിയാം, മലയാളത്തിലൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് വരുന്നു. 5 പാർട്ടുള്ള സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റാണ് ലോക. ഡൊമിനിക് അരുൺ ആണ് സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമ തരംഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ വേറെ ആർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് തിയേറ്ററിൽ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അത് 1 വീക്കിനുള്ളിൽ തന്നെ മാറിപ്പോയ പടമാണ്. അതൊരു പൂജ റിലീസിനാണ് വന്നത്. ഇതിപ്പോൾ ഓണം റിലീസായിട്ട് വരുന്നു. 8 വർഷത്തിന് ശേഷം 2017-ലാണ് തരംഗം വന്നത്. ഉറപ്പായിട്ടും ഇതിൻ്റെ കാസ്റ്റിംഗ് തന്നെയാണ് ഹൈലൈറ്റ്. കല്യാണി, നസ്ലൻ, ചന്തു സലീം കുമാർ, അരുൺ, പിന്നെ വേറെ 1, 2, 3 പേര്. അങ്ങനെ ഒരു പക്ക യൂണിവേഴ്സ് പരിപാടി ബിൽഡ് ചെയ്യാൻ പറ്റട്ടെ. എനിക്ക് പേഴ്സണലി ഇതിലൊരു ഹിറ്റ് ഓർ മിസ് പരിപാടിയാണ് തോന്നുന്നത്. ഇപ്പം റോം കോമോ ഫീൽ ഗുഡോ പോലൊരു സേഫ് സബ്ജക്റ്റ് അല്ല. ഇതൊരു പ്രോപ്പർ ഫാൻറ്റസി സൈഫൈ ജോണറാണ് വിത്ത് എലമെൻറ്റ്സ് ഓഫ് ഹൊറർ ആൻഡ് ത്രില്ലറൊക്കെ. കോമഡിയും വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹിറ്റ് ഓർ മിസ് ആണ്. ഒന്നെങ്കിൽ വൻ കൊളുത്ത് അല്ലെങ്കിൽ ഡപ്പയെന്ന് പറഞ്ഞ് വീഴാനും ചാൻസ് ഉണ്ട്. ഇതിൻ്റെ നടുക്ക് വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പടം. മൂന്നാമത് 29-ാം തീയതി ഇറങ്ങുന്ന സിനിമ ഓടും കുതിര ചാടും കുതിര. ഫഹദ് ഫാസിൽ, അൽത്താഫ് സലീം കോംബോയിൽ വരുന്ന സിനിമ. കല്യാണിയും രേവതിയുമാണ് നായികമാരായിട്ടുള്ളത്. കിടിലം കാസ്റ്റിംഗ് ആണ്. വിനയ് ഫോർട്ട്, ലാൽ, സുരേഷ് കൃഷ്ണ, അനുരാജ്, ഒരുപാട് പേരുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ. ഇതൊരു പ്രോപ്പർ റോം കോമാണ്. പ്രോപ്പർ റോം കോം വിത്ത് ഫൺ, അതായത് മറ്റേ നോൺ ലോജിക്കൽ അങ്ങനത്തെ പരിപാടിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ പൈങ്കിളിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ആ ഒരു പരിപാടിയാണ് ട്രെയിലറുകൾ. അതുകൊണ്ട് തന്നെ ട്രെയിലറിൽ ഇന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള സിനിമകൾ അധികം ആൾക്കാർക്ക് വർക്കാവാറില്ല. പക്ഷേ നമുക്ക് ആ രീതിയിൽ എടുത്താൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. പൈങ്കിളി കുറച്ച് ഓവർ കൂടുതലായത് കൊണ്ടാണ് എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഗുരുവായൂരമ്പല നടയിൽ ആ മീറ്റർ കറക്റ്റ് പിടിച്ചുകൊണ്ട് ആ ഒരു മീറ്ററിലൊന്നും അടിപൊളിയാവാൻ ചാൻസ് ഉണ്ട് ട്രെയിലറിൽ. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഏറ്റവും ലീസ്റ്റ് ഹോപ്പ് തന്ന സിനിമയാണ് ഓടുകുതിര ചാടുകുതിര. ഇതിന് വേറെ ടീസറൊന്നും വന്നില്ല. ട്രെയിലറും ഒരു പാട്ടുമാണ് ഇറങ്ങിയത്. ലോകയുടെ പറയാൻ മറന്നു. ലോകയുടെ ടീസറും ഒരു പാട്ടും ഇറങ്ങി. രണ്ടും അടിപൊളിയായിരുന്നു. ട്രെയിലർ 2 ദിവസത്തിനുള്ളിൽ വരും. ഓടുകുതിരയുടെ ട്രെയിലർ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ പൊതുവേ അത് വലിയ അഭിപ്രായമില്ലായിരുന്നു. സോങ്ങും എനിക്കിഷ്ടപ്പെട്ടു. ഒരു പക്ക ഒരു പെപ്പി നമ്പറായിട്ട് എനിക്ക് തോന്നി. അപ്പം എനിക്ക് ഓടുകുതിരയിലും പ്രതീക്ഷയുണ്ട്. 4-മത്തെ സിനിമ മേനെ പ്യാർ കിയ എന്നുള്ളത് ഒരു കോമഡി ക്രൈം, റൊമാൻസ് കോമഡി ക്രൈം എല്ലാം ഉള്ളൊരു പരിപാടിയാണ്. ഒരു ടീസറും പാട്ടും ഇറങ്ങി. പാട്ടൊരു ഓക്കെ പാട്ടായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ടീസർ അടിപൊളിയായിരുന്നു, രസമുണ്ടായിരുന്നു. ഇത് 29-ാം തീയതിയാണ് ഇറങ്ങുന്നത്. ഇതിലും മലയാളത്തിലൊരു പ്രമുഖ യൂത്ത് സ്റ്റാറിൻ്റെ ക്യാമിയോ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഹൃദു ഹാരോണും പ്രദീപ് നായികനായിട്ട് അഭിനയിക്കുന്നത്. വലിയ കാസ്റ്റുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരുപാട് പേര്. അർജു, ശ്രീകാന്ത് വെട്ടിയാർ, പിന്നെ മിതുട്ടി കുട്ടി, പിന്നെ അഷ്കർ അലി, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ. തമിഴിൽ നിന്ന് റെഡിൻ കിങ്സ്ലി. അപ്പം ഒരു കോമഡി ക്രൈം ജോണ്ട് എപ്പോഴും ഒരു രസമുള്ള പരിപാടിയാണ്. ഒരു റൊമാൻസിൽ നിന്നൊക്കെ തുടങ്ങി പിന്നെ കഥ മാറി വേറൊരു ട്രാക്കിലോട്ടൊക്കെ എത്തുന്നത്. അപ്പോൾ ഈ 4 സിനിമയാണ് മലയാളത്തിൽ നിന്നുള്ളത്.
5ാമത് മാറിപ്പോയ സിനിമ ഷെയ്ൻ നിഗത്തിൻ്റെ ബൾട്ടിയാണ്. നല്ല പ്രതീക്ഷയുള്ള പരിപാടിയായിരുന്നു. അത് പക്ഷേ പൂജയിലോട്ടായി. സെപ്റ്റംബർ 26-നാണ് ബൾട്ടി ഇനിയും റിലീസാവുന്നത്. പിന്നെ ഉള്ളത് ഈ 29-ാം തീയതി തന്നെ ഹിന്ദിയിൽ നിന്ന് പരം സുന്ദരി എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നുണ്ട്. അത് ഇവിടെ നിന്നും വലിയ റിലീസൊന്നും കാണത്തില്ല, പക്ഷേ എന്നാൽ പോലും നമ്മളിതിനെപ്പറ്റി അറിഞ്ഞ് കാണും. ഇതിൽ സിദ്ധാർത്ഥ് മൽഹോത്രയും ജാൻവിയുമാണ് അഭിനയിക്കുന്നത്. ഈ ജാൻവി മലയാളിയായിട്ടാണ്, കേരളയിലാണ് കഥ നടക്കുന്നത്. ഷൂട്ട് ചെയ്ത് കേരളമാണോ, ചില സീനൊക്കെ ഷൂട്ടൊക്കെ കേരളയിലാണ്, മൊത്തത്തിൽ എവിടെയാണെന്ന് അറിയത്തില്ല. നല്ല ഒന്നാന്തരം കൂറ പരിപാടിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് ഇത് കാണുമ്പോൾ അയ്യേ ആ ഒരു സാധനം തോന്നുന്ന പരിപാടി. അപ്പം അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അറിയിച്ചതാണ്. ഈ പടത്തെപ്പറ്റി എല്ലാവരും അറിഞ്ഞു കാണും. ഇപ്പോൾ ഇന്നാണ് ആ ദിവസമാണ് ഇറങ്ങുന്നതെന്ന് അറിയാൻ. അപ്പോൾ അത്രയും പടമാണ് പ്രീ ഓണത്തിന് തൊട്ട് മുമ്പത്തെ വീക്ക് ഇറങ്ങുന്നത്. ഓണത്തിൻ്റെ അന്ന് അതിന് അവധി ഉടനെ തീരും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ പടവും ഒരാഴ്ച മുമ്പ് ഇറങ്ങുന്നത്. ഓണത്തിൻ്റെ ആ ഒരു വീക്കിൽ 2 പടമാണുള്ളത്, ഒരു തമിഴും ഒരു ഇംഗ്ലീഷും. ഇംഗ്ലീഷിൽ നിന്നുള്ളത് കോൺജ്യൂറിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്, കോൺജ്യൂറിങ് ദ ലാസ്റ്റ് റൈറ്റ്സ്. ഭയങ്കര പ്രതീക്ഷയാണ്, ഉറപ്പായിട്ടും FDFS കാണാൻ വെയിറ്റിംഗ് ആണ്. നല്ല ട്രെയിലറൊക്കെ ആയിരുന്നു. ഇതിൻ്റെ അവസാനം 3rd പാർട്ട് വെറും തോൽവിയായിരുന്നു. 1ൻ്റെയും 2ൻ്റെയും നിലവാരത്തിൽ ഈ ഒരു 4th എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല സൗണ്ടും നല്ല വിഷ്വലും ഉള്ളൊരു തിയേറ്ററിൽ കാണാൻ വെയിറ്റിംഗ് ആണ്. തമിഴ് പടം മദിരാശി, AR മുരുകദാസ് സംവിധാനം ചെയ്ത് ശിവകാർത്തികേയൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ. നമ്മുടെ മലയാളത്തിൽ നിന്ന് ബിജു മേനോനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഹിന്ദിയിൽ നിന്ന് വിദ്യുത് ജമാൽ, തുപ്പാക്കി കോംബോ. ജോണറും ഒരു തുപ്പാക്കി പരിപാടിയൊക്കെയാണ്, തുപ്പാക്കി പ്ലസ് ഗജനി ജോണറാണ്. റൊമാൻസിൽ നിന്നൊക്കെ തുടങ്ങി പിന്നെ ഒരു ആക്ഷൻ പരിപാടിയിലോട്ട് എത്തുന്നത്. കോമഡിക്കും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് AR പറഞ്ഞത്. ARൻ്റെ അവസാനത്തെ പടങ്ങളെല്ലാം തോൽവിയായിരുന്നെങ്കിലും സ്റ്റിൽ ഈ പടത്തിലൊരു പ്രതീക്ഷയുണ്ട്. പുള്ളിയുടെ ഒരു കംബാക്ക് വെഹിക്കിൾ ആവണമെന്ന് തോന്നുന്നു. എന്തായാലും മലയാളം പടങ്ങളിലാണ് കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതിലുപരി എനിക്ക് പ്രതീക്ഷ, എനിക്ക് കപ്പടിക്കുമെന്ന് തോന്നുന്നത് ഹൃദയപൂർവ്വം തന്നെയാണ്. ആ ഒരു ജോണറിൻ്റെ പവറും. സത്യനന്ദിക്കാട് ഉറപ്പായിട്ട്, സത്യനന്ദിക്കാടിൻ്റെ 2 മക്കളും ഇത്തവണ കൂടെ ഉണ്ട്. അനൂപ് സത്യം ഫുൾ ടൈം കൂടെ ഉണ്ട്. അപ്പം ഒരിക്കലും പഴയ ഒരു പരിപാടി ആവത്തില്ല, ഓൾഡ് സ്കൂൾ മേക്കിംഗ് ഒന്നും ആവത്തില്ല, കിഡിലിന് അപ്ഡേറ്റഡ് പരിപാടി ആയിരിക്കും. പിന്നെ ലാലേട്ടൻ്റെ തുടരും സക്സസ്സിലൂടെ വരുന്നതുകൊണ്ട് ഓണമല്ലേ, പോസിറ്റീവ് വന്ന ഏട്ടൻ തൂക്കും. അതാണ് സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു പവർ, അതാ. അപ്പം ഫസ്റ്റ് എനിക്കും പ്രതീക്ഷ അത് തന്നെയാണ്. രണ്ടാമത് എനിക്ക് ഓടുംകുതിര ചാടുംകുതിരയാണ് പ്രതീക്ഷ. ആ ഒരു ജോണർ എൻ്റെ ഫേവറേറ്റ് ആണ്, ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി വിത്ത് ഒരു ഇല്ലോജിക്കൽ കോമഡിയിലൊക്കെ ഉള്ള. മൂന്നാമത് ലോക ഒരു ഹിറ്റ് ഓർ മിസ് ആണ്. നന്നായി ഉറപ്പായിട്ടും കപ്പ് വരെ തൂക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ക്യാമിയോസും പരിപാടികളൊക്കെ ഉണ്ട് പടത്തിൽ. പിന്നെ ആ ജോണറിൻ്റെ ഇതുകൊണ്ടും. 4ാമത് മേനെ പ്യാർ കിയ. അത് ഒട്ടും പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടല്ല 4ാമത് വന്നത്, പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ 3 എണ്ണത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇല്ല, അത്രേ ഉള്ളൂ. ബാക്കി പടങ്ങളെല്ലാം നമ്മൾ വരുന്നതനുസരിച്ച് കാണുന്നു, അത്രേ ഉള്ളൂ. അതാണ് എനിക്ക് ഓണം റിലീസസിനെ പറ്റി പറയാനുള്ളത്. എനിക്ക് കപ്പടിക്കുന്നു തോന്നുന്നു അഫ്കോഴ്സ് ഹൃദയപൂർവ്വം, റണ്ണറപ്പ് ഓടുംകുതിര എന്നാണ് തോന്നുന്നത്. നോക്കാം ഏതായാലും. അപ്പം ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സിനിമയാണ് കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഏതായിരിക്കും വെയിറ്റ് ചെയ്യുന്നതും കപ്പടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അത് രണ്ടും ഏതാണെന്ന് നിങ്ങൾ പറയുക. എനിക്കതിൽ രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും ഹൃദയപൂർവ്വം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഹൃദയപൂർവ്വമാണ്, കപ്പടിക്കുമെന്ന് തോന്നുന്നതും ഹൃദയപൂർവ്വമാണ്. പിന്നെ വന്ന ടീസറുകൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അഫ്കോഴ്സ് ലോക തന്നെയാണ് ഒരു വെറൈറ്റി പരിപാടിയായിട്ട് തോന്നിയത്. ഹൃദയപൂർവ്വം കട്ടയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു. ഓടുംകുതിര എല്ലാവരും പറഞ്ഞ അത്ര മോശമായിട്ട് തോന്നിയില്ലെങ്കിൽ പോലും എനിക്കും ഒരു വൻ സംഭവം തോന്നിയത്, ഒരു ഡീസൻറ്റ് ഓക്കെ പരിപാടിയായിട്ടാണ് തോന്നിയത്. പാട്ട് 3 എണ്ണം ഇറങ്ങിയതിൽ അതും ലോക തന്നെയാണ് പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വീണ്ടും കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നത് ഒരു പക്ഷേ ഓടുംകുതിരയിലെ പാട്ടാവാം, പക്ഷേ ഒരു ക്വാളിറ്റി പാട്ട് എന്തായാലും ലോകയിലെ തന്നെയാണ്. പിന്നെ 2nd ഓടുംകുതിര, 3rd ആയിരിക്കും ഹൃദയപൂർവ്വത്തിലെ പാട്ട്. 4th മേനെ പ്യാർ കിയയിലെ ടീസറും അതുപോലെ തന്നെയാണ്. 4th ആണ് മേനെ പ്യാർ കിയ, സോങ്ങും അങ്ങനെ തന്നെ. ചെറിയ ബഡ്ജറ്റും ചെറിയ ഇതല്ല. അപ്പോൾ ഈ വലിയതിനൂടെ പിടിച്ചിരിക്കുമ്പോൾ ആ ഒരു ചെറിയൊരു പിന്നോക്കം കാണും. പക്ഷെ അത് പടത്തിൻ്റെ കണ്ടൻറ്റിലൂടെ അവർ പിടിക്കും, കാസ്റ്റിൻ്റെ പെർഫോമൻസിലൂടെ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഓണം റിലീസസുകളെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം. അപ്പം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വെയിറ്റ് ചെയ്യുന്ന സിനിമ ഏതാണെന്നും കപ്പടിക്കുമെന്ന് തോന്നുന്ന സിനിമ ഏതാണെന്നും കമൻറ്റ് ചെയ്യൂ. ഒരെണ്ണം മാത്രമല്ല, ഓർഡറിൽ തന്നെ കമൻറ്റ് ഇട്ടോളൂ. അപ്പം ഓണം റിലീസസിന് വേണ്ടി വെയിറ്റിംഗ്.